ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിന്ന് വീക്കെൻഡ് ആയിട്ടേ ഫുജേറ പോകാമെന്ന് കണ്ട. ഫുജേറയും ഗോർഫക്കാനും. അപ്പോൾ ഫുജേറയിൽ നമ്മൾ സന്തൂർണി എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക സ്ഥലമല്ല, ഒരു ചെറിയ സെറ്റപ്പ്, ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ. അപ്പോൾ അവിടെ ഞങ്ങളൊന്ന് പോകാമെന്ന് കണ്ട. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാ. കുറെ സാധനം ഉണ്ട് കേട്ടോ, കുറെ സാധനം നമ്മൾ കഴിക്കാൻ ഉച്ചയ്ക്കുള്ളതൊക്കെ എടുത്തു. ഉച്ചയ്ക്കുള്ള ഫുഡ്, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ സ്നാക്സോ ഫ്രൂട്ട്സ്, പിന്നെ വെള്ളം, പിന്നെ അങ്ങനെ കൈ കഴുകാനായിട്ടുള്ള വെള്ളം, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ തണുപ്പായതുകൊണ്ട് നമുക്ക് മോയ്സ്ചറൈസർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ ബാഗും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇപ്പം സമയം 9:40 അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവുക. 2 മണിക്കൂറുണ്ട് കേട്ടോ ഏകദേശം. അപ്പം എന്താ നമ്മൾ ഇറങ്ങും കേട്ടോ. ഇത് നമ്മുടെ ഫുഡാണ് ഉച്ചക്കെത്താനുള്ള. പിന്നെ ഇത് കുറച്ച് ടിഷ്യൂവും വെള്ളം അങ്ങനത്തെ സാധനമൊക്കെ. അപ്പം നമ്മളിനി ഇതിൻ്റെ അകത്തുനിന്ന് സാധനങ്ങളെടുത്ത് മറ്റേ വണ്ടിയിലേക്ക് വെക്കാൻ പോവുകയാണേ. നമ്മുടെ ചെയറും ക്യാമ്പിംഗ് ചെയറും മറ്റേ ടേബിൾ ഇനി അകത്തുണ്ട്, എടുത്ത് വെക്കാമെന്നുണ്ട്. രണ്ടും ഇതിൻ്റെ അകത്തുള്ള ടെൻറ്റ് നമ്മൾക്കിപ്പോൾ ആവശ്യമില്ല. നമ്മളിപ്പോൾ ക്യാമ്പിംഗ് ചെയറും ടേബിളും മാത്രം. കാരണം ഫുഡ് നമ്മളിപ്പം കഴിക്കാനായിട്ട് കഴിഞ്ഞ തവണ നമ്മളിതുപോലെ പോയപ്പോഴുണ്ടല്ലോ, അന്നേരം നമ്മൾ ഇതുപോലെ ഫുഡ് കൊണ്ടുപോയി, അതായത് കഴിഞ്ഞ വിൻ്ററിൽ. അപ്പം നമുക്ക് ഒരു സ്ഥലം ഇങ്ങനെ കിട്ടിയായിരുന്നു ഫുഡ് കഴിക്കാൻ. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൂടാരം പോലത്തെ ഒരു സ്ഥലം വന്നിട്ട് അവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ, നമ്മളപ്പം ഇരിക്കാനായിട്ട് ബെഞ്ചൊക്കെ ഉണ്ട്, അങ്ങനെ ഇരുന്നാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അന്ന് നമ്മൾ ക്യാമ്പിംഗ് ചെയറൊന്നും മേടിച്ചിട്ടില്ല. കഴിഞ്ഞ വിൻ്റർ തുടങ്ങിയ സമയത്തായി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഡിസംബർ ജാനുവരി ഈ ഒരു ടൈമിൽ തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ഥലം കിട്ടിയായിരുന്നു. പക്ഷേ നമ്മളിപ്പം ലിവയിൽ പോയപ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മളെ പാർക്കിങ്ങിൽ നിർത്തി കഴിക്കുമായിരുന്നു. അപ്പം നമുക്ക് സീറ്റ് ഇരിക്കാൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ ചെയറും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് സീറ്റൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് ചെയറിലിരുന്ന് കഴിക്കാം. പിന്നെ ആ കുഞ്ഞ് ടേബിളുണ്ടല്ലോ, അതിൽ നമുക്ക് എന്തെങ്കിലും വെക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളത് എടുത്തത്. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും വെച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകാൻ നല്ല തണുപ്പുണ്ട്, ഭയങ്കര കാറ്റാണ് ഇവിടെ, തണുത്ത കാറ്റ്. അപ്പോൾ നമ്മളിപ്പം വെയിലത്തിറങ്ങി ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ തന്നെ നമുക്ക് മുഖത്തേക്ക് ഡയറക്റ്റ് വെയിലടിച്ചാൽ പോലും നമുക്ക് ചൂടൊന്നും തോന്നത്തില്ല. ഇത്രയും നേരം ഞാനിവിടെ വെയിലത്ത് നിൽക്കുക, നമുക്ക് ചൂടേ ഫീൽ ചെയ്യുന്നില്ല, മുഖത്തേക്ക് വെയിലടിക്കുന്നതായിട്ടേ തോന്നത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും തണുപ്പ് തോന്നുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും തന്നെ. നമ്മുടെ ബാൽക്കണി തന്നെയാണെങ്കിൽ ഇപ്പോൾ വെയിലേ അടിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പാണ്. ഇവിടെ കുറേ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ ഈ ഗാർഡനിൽ കുറേ കിളികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടോ ഒരു 2 കിളികളുണ്ട് കേട്ടോ ഈ കിളിക്കൂടിൻ്റെ അകത്ത്. കാണാൻ പറ്റുമോയെന്നറിയില്ല, സൗണ്ട് കേൾക്കാൻ പറ്റും. കണ്ടോ 2 കുഞ്ഞു കിളികൾ, ലവ് ബേർഡ്സ് ആണ്. നമ്മളപ്പോൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഷോപ്പിൽ വന്നത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പം നമ്മൾ ഇന്നിപ്പം മഴക്കാറ് പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. മഴ പെയ്യുമോയെന്നറിയില്ല. സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പം നമ്മുടെ ഈ ഏരിയയിൽ മഴ പെയ്യും, അപ്പോൾ നമുക്ക് മഴ കിട്ടാറില്ല. ഒരു തവണ ഇതുപോലെ ഭയങ്കര മഴ, റെയിൻ അലേർട്ട് വന്നു ഇവിടെ ഫുൾ. അപ്പം നമ്മൾ ഫുൾ മീൻസ് അല്ലെങ്കിൽ മഴ പെയ്യും എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ മഴ കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ മഴ കാണാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ ഫുള്ള് മഴ പെയ്ത്, അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലൈനിൽ ഫുള്ള് നമ്മൾ കറങ്ങി. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് മഴ കിട്ടി. അങ്ങനെ മഴ ജസ്റ്റ് ഒരു മഴയൊക്കെ കണ്ട് തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ പൂരം മഴ, വെള്ളക്കെട്ടും അതും ഇതും. അങ്ങനെ നമുക്ക് മഴ മിസ്സായ കുറേ സന്ദർഭമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്യുമോയെന്നറിയില്ല. നമ്മളപ്പോൾ ഇപ്പോൾ പെട്രോൾ പമ്പിൽ വന്നു കേട്ടോ, പെട്രോൾ അടിക്കാൻ വേണ്ടി. ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് വെയിൽ പോകും, അങ്ങനെ ഇരിക്കുക. എന്നാലും മേഘമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ വെയിലിന് ഫേസ് ചെയ്തിരിക്കും. ഇവിടെ പെട്രോൾ പമ്പിൽ ഭയങ്കര തിരക്കാണ്. കുറേ വണ്ടികളുണ്ട്, എല്ലായിടത്തും തിരക്കാണ്. ഇന്ന് വീക്കെൻഡ് ആയിട്ട് എല്ലായിടത്തും പോകുവാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ചില പമ്പുകളിൽ പൊതുവെ നമ്മുടെ മക്കാവിലെ അവിടുത്തെ പമ്പിൽ അപ്പം കയറിയാലും തിരക്കായതുപോലെ. പക്ഷെ ഇത്തരം തിരക്ക് അങ്ങനെ വരാറില്ല.
കണ്ട ഇവിടെ മേഘമൊക്കെ കണ്ട നല്ല രസമുണ്ട് കാണാൻ. കണ്ട സൂര്യൻ ഈ മേഘത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കുക, അതുകൊണ്ടാണ് നമുക്ക് വെയിൽ കിട്ടാത്തത്. അപ്പം പെട്രോളൊക്കെ അടിച്ചു കേട്ടോ. അപ്പം നമ്മൾ വാഷ്റൂം പോവാൻ ഇവിടെ പാർക്കിങ്ങിൽ നിർത്തിയതാണ്. അപ്പം നമ്മളിപ്പോൾ 12:15 എത്തുമ്പോൾ കേട്ടോ. കണ്ടോ നമ്മുടെ ടൈം കാണിക്കുന്നത് നമുക്ക് 1 hour 43 minutes ഉണ്ട്. അപ്പം നമ്മൾ 12:16 നമ്മൾ ചെല്ലുമ്പോഴേക്കും. നമ്മളാണെങ്കിൽ ഇങ്ങനെ പെട്രോൾ അടിക്കാനും പിന്നെ വാഷ്റൂമിൽ പോകാനൊക്കെ നിർത്തി, അതൊക്കെ കൊണ്ട് നമ്മൾ ലേറ്റാണ്. നമ്മളിപ്പോൾ 9:55 ഏകദേശം 9:55 ആയി നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും. നമ്മൾ 9 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെഡിയായൊക്കെ വന്നപ്പോഴേക്കും രാവിലെ ഭയങ്കര തണുപ്പൊക്കെയാണ്. അപ്പം നമുക്കാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ തന്നെ നമുക്ക് മടിയാണ്. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ അലാം വെച്ച് 7:30 അലാം വെച്ച്, പക്ഷെ നമ്മൾ 8 മണിയൊക്കെ ആയി ഏകദേശം എഴുന്നേറ്റ് വന്നു. കാരണം ഭയങ്കര തണുപ്പായതുകൊണ്ടൊന്നുമില്ല, നമുക്ക് എഴുന്നേക്കാൻ തന്നെ തോന്നത്തില്ല. പിന്നെ ഇന്ന് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ മടി പിടിച്ച് കിടക്കും. അങ്ങനെയാണ് നമ്മൾ ഇറങ്ങാൻ ലേറ്റായത്. നമ്മളപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 10-15 മിനിറ്റോളം പെട്രോൾ പമ്പിൽ വാഷ്റൂമിലും പോയി കേട്ടോ. അതും കൂടെ ചേർത്ത് അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പോയ സമയത്ത് വീഡിയോ എടുത്തായിരുന്നു. അപ്പം ഇപ്പം നമ്മുടെ ടൈം 12:19 ഇനി നമുക്ക് വാഷ്റൂമിൽ കയറേണ്ടി വന്നാൽ വീണ്ടും സമയം കൂടും. നമ്മളെ അപ്പം ഈ ദുബായ് റോഡിൽ നിന്ന് കട്ട് ചെയ്ത് എക്സിറ്റ് എടുത്തിട്ട് ഈ ഫുജേറ റോഡിലോട്ട് കയറി കേട്ടോ. ഈ റോഡ് നല്ല രസമാണ്. ഇതുപോലെ 2 സൈഡും ഫുള്ള് മരമൊക്കെ ആയിട്ട്. നമ്മുടെ നേരത്തെ നമ്മള് ഇത് മറ്റേ വഴിയാണ് നമ്മൾ അന്ന് മുസാണ്ട അപ്പൊ ആ വീഡിയോയില് നമ്മൾ ഈ വഴി ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ പറയണം, 2 സൈഡില് മരം, ഈ സൈഡിൽ ഏത് മരാന്ന് അറിയില്ല, നടുക്ക് ഈന്തപ്പനയെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വഴി അങ്ങോട്ട് പോയിട്ട് ഈ വഴിയിലെ ഒത്ത പാർക്കിങ്ങിലല്ലേ നമ്മളത് കഴിക്കാൻ നടത്തിയത്. ആ സെയിം വഴിയായത്. ഇപ്പൊ ഇവിടെ വെയിലൊക്കെ ആയി. ചില സ്ഥലത്തെത്തുമ്പം മറ്റേ മേഘത്തിന്റെ ഇടയ്ക്ക് സൂര്യൻ ഇങ്ങനെ മറയും കണ്ട. ഇപ്പൊ വെയില് പോയി, പിന്നെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോ വീണ്ടും വെയിൽ വരും. അങ്ങനെയാ. എന്നാലും അത്ര ശക്തിയുള്ള വെയിലൊന്നും അല്ല, നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനൊക്കെ പറ്റും. ഇവിടെ ഇങ്ങനെ ലോറികളൊക്കെ നിർത്തുന്ന ഒരു സ്ഥലം കണ്ട കേട്ടോ. അപ്പോൾ ഇവിടെ കഫറ്റീരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഒത്തിരി ലോറികളുണ്ട്. ഇവിടെ വർക്ക്ഷോപ്പും അതുപോലെ ടയറിൻ്റെ ഷോപ്പും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഒരു ചായയൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയ ചായ കിട്ടി കേട്ടോ. അതുകൊണ്ട് ഇവിടെ കണ്ട ഭയങ്കര നല്ല രസമാണ്. ഭയങ്കര വ്യൂ ആണ് കണ്ട. അവിടെ ഫുള്ള് മലകളാണ്, അതിൻ്റെ നടുക്കൂടെ ഒരു റോഡും. അങ്ങനെ നല്ല രസമുണ്ട് ഇവിടെ. നമ്മളപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഫുള്ള് മലയൊക്കെ വന്നു തുടങ്ങി, പക്ഷെ ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല. മൊത്തം മഞ്ഞ് മൂടിയ പോലത്തെ ഒരു ഇതിലിരിക്കുക. വേറെ ഒരു ഭയങ്കര രസമാട്ടോ. ഫുള്ള് ക്ലൗഡി ആയിട്ട് നിൽക്കുന്നതാണ്. ഭയങ്കര രസമുണ്ട്. കിട്ടാൻ പാടാ കണ്ട. ആ സൈഡിലൊക്കെ മലകൾ ചെറുതായിട്ട് കാണാം, മഞ്ഞ് മൂടി നമ്മുടെ നാട്ടിലേക്ക്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണത്തില്ല. പിന്നെ നമ്മളിപ്പോ വന്ന വഴി ഒരു വീറ്റ് ഫാം ഒക്കെ കണ്ടു കേട്ടോ. പക്ഷെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡാണ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ നല്ല രസമുണ്ട്. കൊറേ ഏരിയ മൊത്തം ഇങ്ങനെ വീറ്റ് ഫാം, ഫുള്ള് പച്ചപ്പ്. പഞ്ചാബിലൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് കാണാൻ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ആ സൈഡായിരുന്നു, നേരെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു കണ്ടു. ഇപ്പൊ നമുക്ക് ചെറുതായിട്ട് മലകളൊക്കെ നമ്മുടെ ഫ്രണ്ടില് വന്നു, പക്ഷെ അതും ഇതുപോലെ മൂടിയൊരു ഇതില്ല. ഞങ്ങളെ അപ്പം മെയിൻ റോഡിൽ നിന്ന് താഴത്തെ വഴിയിലോട്ടൊന്ന് ഇറങ്ങിയതാട്ടോ. ഇത് കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം, ഫുള്ള് മലകളാണ്. ഇത് കണ്ടോ, ഞങ്ങളിത് ഇവിടെ സൈഡിൽ കണ്ടോ കേട്ടോ. പേ ഫോൺ എത്തി സ്ഥലത്ത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫോണൊന്നും ഇല്ല. എനിക്കൊന്ന് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാന്ന് തോന്നുന്നു. അതുപോലെ കണ്ടോ അവിടെ ബാക്കിലൊക്കെ കറുത്ത മലകളാണ്. അങ്ങനെ കറുത്ത മലകൾ ഞങ്ങൾ കുറേ കണ്ടു കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്. നമ്മളിപ്പം
വാട്ടർഫോളും. അപ്പം ഇങ്ങോട്ടേക്ക് സാന്റോറിനി ഇനി നമുക്ക് 38 മിനിറ്റാ കാണിക്കണത്. ഇത്രയാണ് നമ്മുടെ പ്ലാനിലുള്ളത്. ഇത് 3 ആണ്. സമയം പോലെ അങ്ങനെ അവിടെ തന്നെ പോകണം അങ്ങനൊന്നും ഇല്ല. കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും കവർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ചുമ്മാ നമ്മൾ വീക്കെൻഡ് ആയാണ് ഒരു ഡ്രൈവ് പോകാമെന്ന് കരുതി ഇറങ്ങിയതാ. ഞങ്ങളെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ എന്തൊരു കഫറ്റീരിയ എന്തായിരുന്നു തോന്നട്ടോ, അത് അടച്ചേക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്പോട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇവിടോട്ട് കയറിയതാണ്. ഇതുണ്ടോ, ഇവിടെ ഫുള്ള് ഇങ്ങനെ മലനിരകളാണ്. ഇവിടെ നല്ലോണം കാണാൻ പറ്റും. നമ്മളപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് നമ്മൾ വണ്ടി കയറി കേട്ടോ. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം 2 സൈഡിലും മലകളാണ് ഫുള്ള്. അങ്ങനത്തെ റോട്ടിൽ കൂടെ നമ്മൾ പോകുന്നു. ഫുള്ള് അതായത് മലയെന്ന് വെച്ചാലില്ല, നമ്മൾ ഈ മണ്ണുള്ള മലയല്ല, ഫുള്ള് കല്ല് പോലത്തെ മലകളാണ്. ഭയങ്കര ഉറച്ച പാറക്കല്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പൊക്കോണിരിക്കുക കേട്ടോ. എന്ത് രസമാണെന്നൊക്കെ. 2 സൈഡ് ഫുള്ള് മലകൾ. നമ്മൾക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ ഭയങ്കര രസമാണ്. പാട്ടൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. ഫുള്ള് മലകൾ, 2 സൈഡ് മല, ഫ്രണ്ടിൽ ഫുള്ള് മല. നല്ല രസമുള്ള സ്ഥലം. അതിൻ്റെ കൂടെ ഇപ്പം ക്ലൗഡ്സ് കൂടെ ഉള്ളതാണ് കണ്ടോ. കുറച്ച് വെയിലടിക്കുന്നുണ്ട്, കുറച്ചൊരു ഷെയ്ഡ് പോലെ. അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ മല കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിന്റെ കുറച്ച് ഭാഗം ബ്ലാക്ക് കളർ, വെയിലടിക്കാത്ത ഭാഗം ബ്ലാക്ക് കളർ, പിന്നെ വെയിലടിക്കുന്ന ഭാഗം നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മള് ഡ്യൂൺ കാണത്തില്ല, ഡ്യൂൺ കാണുന്നതിന്റെ കൂട്ടാണ് ഇപ്പൊ മലകൾ കാണുന്നത്. നമ്മള് നല്ല ഉള്ളിലോട്ട് മരുഭൂമിയുടെ ഉള്ളിലോട്ട് പോകുമ്പോ ഡ്യൂൺസ് കിടക്കുന്നതിന്റെ കൂട്ട് നമുക്കിപ്പം മലകൾ കാണാൻ പറ്റും. ഈ സൈഡിലൊക്കെ കാണാം, സൈഡില് താഴെ ഇതൊക്കെ കാണാൻ പറ്റും. റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ കാണാൻ പറ്റും. റോഡും താഴ്ന്ന ഭാഗം കുറച്ച് ഭയങ്കര രസം. ഇങ്ങനെ ഒരു വീക്കെൻഡിലൊക്കെ ഡ്രൈവ് വരാൻ പറ്റിയൊരു സ്ഥലം. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചാൽ വലിയ തിരക്കില്ല. ഈ റോഡ് കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെ ഉണ്ട്. അതായത് ഫുൾ നഴ്സറികളൊക്കെ, ചെടിയൊക്കെ കിട്ടുന്ന നഴ്സറി. ഇങ്ങനെ റോഡിലേക്ക് ഇരിക്കുന്ന പോലത്തെ കടകള്. അപ്പൊ നമ്മള് വാഷ്റൂമിൽ പോകാൻ വേണ്ടിട്ടൊന്ന് പമ്പ് കിട്ടി. കുറെ നേരമായി നമ്മള് പമ്പ് ഇങ്ങനെ വാഷ്റൂമിൽ പോകണം എന്നിങ്ങനെ ഓർക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്നത്. പിന്നെ ഇപ്പോഴാ പമ്പ് കിട്ടിയത്. ഇത് ഫുള്ള് 2 സൈഡിലും ഇങ്ങനെ കടകളാട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ. ഇത് കണ്ടാ നമ്മുടെ മറ്റേ മണാലിയുടെ ഒക്കെ കൂട്ടുണ്ട്. നേരെ മല, പക്ഷെ ഇവിടെ മഞ്ഞില്ലെന്നേ ഉള്ളു. ഇത് കണ്ടോ, പാത്രമൊക്കെ വെച്ച് വിൽക്കുന്നത്. സ്റ്റീൽ പാത്രം, മൺപാത്രം. പിന്നെ അവിടെ കണ്ടോ ഒരു റിസോർട്ട് പോലത്തെ എന്തോ ആണ് മറ്റേ അവിടെ മുകളില്, മലയുടെ മുകളിൽ ഒരെണ്ണം കണ്ടോ. തുണിക്കടകളൊക്കെ, കാർപ്പറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടേക്കുന്നു വിൽക്കാന്. പിന്നെ നമ്മളിപ്പതേ ഓറഞ്ച് എടുത്ത് കേട്ടോ. നമ്മൾ ഓറഞ്ചൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഓറഞ്ച്, പിന്നെ നമ്മൾ എന്തോ എടുത്തത്, കപ്പലണ്ടി, ബിസ്ക്കറ്റ്. ഇത് 3 എന്തെങ്കിലും സ്നാക്സ് പോലെ കഴിക്കാൻ വേണ്ടി നമ്മൾ എടുത്തത്. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ബീച്ചിൽ പോവാണെങ്കിലില്ലേ, ബീച്ചിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മള് എല്ലാ ബീച്ചിലും നമുക്ക് ഉപ്പിലിട്ടതൊക്കെ കിട്ടത്തില്ല. ഇവിടെ നമുക്ക് ഉപ്പിലിട്ടത് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഉപ്പിലിട്ടത് വീട്ടിൽ നിന്ന് നമ്മൾ എടുത്തോണ്ട് വന്നത്. ആകുമ്പോൾ ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ കഴിച്ച് നമുക്ക് ബീച്ചിലൊക്കെ ഇരിക്കാമല്ലോ, അതുകൊണ്ട്. പിന്നെ ഓറഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഓറഞ്ച് നമ്മൾ എടുക്കും. കാരണം ഇപ്പൊ നമ്മള് വെയിലത്ത് ഇങ്ങനെ നടന്നിട്ട് വന്നിട്ട് എന്തെങ്കിലും സ്ഥലം കണ്ട് വരുമ്പോ നമ്മളിങ്ങനെ ഒരു ഓറഞ്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്ഷീണം അങ്ങ് പോകും. കഴിഞ്ഞ തവണ നമ്മളിങ്ങനെ കൽബയിൽ പോയപ്പോഴേക്കും നമ്മളിങ്ങനെ ഹാങ്ങിങ് ഗാർഡൻ ഈ ഒരു ടൈമിലായിരുന്നു, ഉച്ച ടൈമിൽ. നമ്മളിങ്ങനെ കുറേ അത് മറ്റേ കയറി സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകാനില്ല. അങ്ങനെ നമ്മൾ മുകളിൽ വരെ നടന്നിട്ട് തിരിച്ചിറങ്ങി വന്ന് നമ്മൾ വണ്ടി കയറി ഒരു ഓറഞ്ച് കഴിച്ചപ്പോഴേക്കും നമുക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു. അതിൽ പിന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും ഓറഞ്ച് കൈ കരുതാറുണ്ട്. നമുക്കിനി
2 മിനിറ്റ് കാണിക്കുന്നത്. അത് 500 മീറ്റർ ഇവിടെ പരിസരത്ത് എവിടെയാണ്. അവിടെ ഈ വഴിയാ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു ബോർഡ് കണ്ട. ഇതാണ് ബോർഡ്, കുഞ്ഞു. അതെന്താല്ലേ ഇത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം നമ്മളിവിടെ എത്തി കേട്ടോ. ഇതാണ് സാന്റോറിനി. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. 10 ദിറമാണ് ടിക്കറ്റ് വരുന്നത്. കണ്ടോ, ഇതാണ് വെൽക്കം ടു സാന്റോറിനി UAE. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ പേ ചെയ്ത് അകത്തേക്ക് കയറി കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട് കണ്ട്, ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസ്, കിളികളുണ്ട്, ലവ് ബേർഡ്സ്. ഫുള്ള് നല്ല കളർഫുള്ളാണ് കേട്ടോ. ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ചാടി വരുന്നു കണ്ട്. ഇവിടെ എന്തൊക്കെയോ അറബിയിൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ ഭാഷ അറിയാത്തത് കൊണ്ട് അറിയില്ല. കണ്ട, ഇവിടെ വിൻ്റർ വൈബ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ട, ഇവിടെ സൂപ്പർ ഇരിക്കാനൊക്കെ കുറേ സ്പേസ്. പിന്നെ ഇങ്ങനെ ഇവരുടെ ഇൻസ്റ്റഗ്രാം ഇതൊക്കെയുണ്ട്, സാന്റോറിനി UAE എന്നൊക്കെ. ഇവിടെ ബൊഗെയിൻ വില്ല, പല ടൈപ്പ് ചെടികൾ വെച്ചിട്ടുണ്ട്. ബൊഗെയിൻ വില്ല ഉണ്ട്, പിന്നെ ദേ ഡാലി, അങ്ങനത്തെ കുറേ ഇത് മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്തോ ഫുഡ് ഐറ്റംസ്, അതായത് ചോളം, തക്കാളി, നാരങ്ങ, കുക്കുംബർ, ഇതൊക്കെ ഇങ്ങനെ വച്ചിരിക്കുക. പിന്നെ ഇവിടെ ഒരു സൈക്കിളുണ്ട് കണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇരിക്കാം, ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. പിന്നെ ഇവിടെ ഒരു കിളിക്കൂട് പോലത്തെ ഒരു സംഭവം. ഇവിടെ എന്തേ കോഫി, ചോക്ലേറ്റ്, അതൊക്കെ. പിന്നെ ഇവിടെ ബൊഗെയിൻ വില്ലയൊക്കെ വെച്ചിട്ട് നോക്കും. ഇങ്ങനെ ഒരു ടേബിള് പോലെ, വാഷ് ബേസിൻ, ഇവിടെയൊക്കെ ഇങ്ങനെ. അതേ ഉള്ളിലൊക്കെ കണ്ടിരിക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആരുടെയാ നമുക്ക് കയറാൻ പറ്റത്തില്ലേ. പിന്നെ ഇവിടെ ഒരു സൈക്കിള്. ഇവിടെ കണ്ട് സാന്റോറിനി വിൻ്റർ വൈബ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ഈസ്തെറ്റിക് ഇതുപോലെ കുറച്ച് ഫ്ലവർ വേസ്, മിററ്, നല്ല രസമുണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കൊട ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ, മുകളിൽ നിന്ന് താഴത്തേക്ക്. ആനിമൽ സോൺ. ഇപ്പുറത്ത് ആടിൻ്റെ ഫാമാണ്, കുറേ ആടുകളുണ്ട്. ഇവിടെ ആനിമൽ സോൺ എന്ന് എഴുതിയിരിക്കുന്ന അവിടെ നിന്ന് നമുക്ക് കോഴി കൂവുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു കുട്ടി ബൈക്ക്. പിന്നെ ഇവിടെ ഒരു പോണ്ടാന്ന് തോന്നുന്നു. പക്ഷെ പോണ്ടല്ല, സോറി, കിണർ പോലെ. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഷോയ്ക്ക് വെച്ചിരിക്കുക. നമുക്ക് ആനിമൽ സോണിൽ പോവാം. ഇവിടെ ആനിമൽ ഏരിയ എന്ന് എഴുതിയിരിക്കുന്ന കോഴിയുടെ പടം വെച്ചിട്ടുണ്ട്, മുയലിൻ്റെ, ആടിൻ്റെ. ഇതും ഇത് പ്രാവുണ്ട് കേട്ടോ, പ്രാവ്. കണ്ടോ, ഇവിടെ അരയന്നം, മുയല് കൂടിൻ്റെ ഉള്ളിലാണ്. ഈ കൂടിൻ്റെ ഉള്ളിലുണ്ട്, ആ കൂടിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇവിടെ ആട്. ആട്, കോഴി, ഒത്തിരി കോഴികളുണ്ട് കേട്ടോ. പിന്നെ പീജൻ വൈറ്റാണ്, വൈറ്റും മറ്റേ ഗ്രേ കളറും ഉണ്ട്, കൂടുതലും വൈറ്റ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരാമ
മുട്ട ആട് വെച്ചിട്ട് ഇവിടെ എന്തൊക്കെയോ വിൽക്കാൻ വെച്ചിരിക്കുന്നതായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല. കണ്ട 12 eggs 20 AED എന്നൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നുമില്ല ഇവിടെ. ഇത് കണ്ടോ, ഇവിടെ ഇതുപോലെ ഇരിക്കാനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ ഒരു സ്വിങ്ങൊക്കെ ആയിട്ട് അവരിങ്ങനെ, ഇവിടെ കുറച്ച് പേർക്ക് ഇരിക്കാൻ പറ്റും. ഒരു ഇതുമുണ്ട്, ടേബിളും ഉണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കോർണറാണ്. ഇവിടെ ഒരു സ്വിങ്ങും കണ്ടോ, മിററൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഇവിടെയാണ് ലവ് സ്വിങ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്വിങ് കാണും, കണ്ടോ. ഇവിടെ സൈഡിലൊരു സ്വിങ് ഉണ്ട്, നോക്കാം നമുക്ക് മുകളിൽ പോയി എന്തുവാ ലവ് സ്വിങ് എന്ന്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്, ഇത് കൊള്ളാം കേട്ടോ. ഇത് കണ്ടോ, ഇതാ ഇവിടുത്തെ വ്യൂ കേട്ടോ. ഭയങ്കര രസമാണ് കണ്ടോ. ഈ ഇവിടെ ഒരു സ്വിങ് ഉണ്ട്, ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ കണ്ടോ, ഫുള്ള് ഫ്ലവറൊക്കെ വെച്ച് ഇത് ഫുള്ള് മലകളിങ്ങനെ ചുറ്റിനും. ഈ വ്യൂ ഒക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം, നല്ല രസമാണ്. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. അവിടെ കോഫി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് കോഫി ഉണ്ടോ എന്ന് നോക്കട്ടെ, എത്ര വിലയെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് അപ്പം കോഫി കിട്ടി കേട്ടോ. കോഫിയും കിട്ടി, ചായയും കിട്ടി. കോഫി ശരിക്കും ഒരു മരുന്നിൻ്റെ ടേസ്റ്റാണ്. കോഫി പല ഫ്ലേവർ കോഫി ഉണ്ട് കേട്ടോ. നമ്മുടെ മുട്ടായികളില്ലേ, ബൗണ്ടി, കിറ്റ്കാറ്റ്, അങ്ങനെ കുറേ മുട്ടായികൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഫ്ലേവറിലുള്ള കോഫിയുണ്ട്. കോഫിക്ക് 10, ചായക്ക് 3. നമ്മളെ അപ്പം ഇരുന്നിടത്തുനിന്ന് വേണ്ട മണ്ടയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. ഇത് രസമുണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് പക്ഷെ ഇതിലൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ. പക്ഷെ ഇതിനകത്ത് മീനായിട്ട് നല്ല രസം കണ്ടോ. അവിടെ ഇരിക്കുക, അതിൻ്റെ നേരെ ഷെയ്ഡിൽ തന്നെ ഇത് വരുന്നത്. ഇവിടെ ഇവർ റൂം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 10-15 ദിവസം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് റൂം കിട്ടും, ഇവിടെ താമസിക്കാൻ പറ്റും. ഇതാ റൂമെന്നാണ് പറഞ്ഞത്. പക്ഷേ 1000 dirhams കേട്ടോ, അതാണ് പുള്ളി റേറ്റ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് കുറച്ച് രസമാണ്, പക്ഷെ 1000 dirhams ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കത് ഇവിടെ ബാർബിക്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വേറെ ഒരു സ്വിങ് കാണിച്ചു തരാം കേട്ടോ, നല്ല രസമുണ്ട്. ഫോട്ടോ ഫ്രെയിം ആണ് കണ്ടോ. കണ്ടോ, ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. ഇത് വിൻഡ് വരുമ്പം ഇതിങ്ങനെ കറങ്ങി, വിൻഡ് മില്ല് പോലത്തെ ഇത് കണ്ടോ, ചെറുതായിട്ട് കറങ്ങുന്ന കാണാം. നമ്മൾ വന്നപ്പോൾ ഇത്തിരി കൂടെ സ്പീഡിലൊന്ന് കറങ്ങിയായിരുന്നു. ഇത് വിൻഡ് അനുസരിച്ച് അത് കറങ്ങും. പിന്നെ ഇവിടെ ആടൊക്കെ ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ടേ. പിന്നെ ഇവിടെ ഇതുപോലെ ഒരു ഫയറിങ് സെറ്റപ്പ്, ഫയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ബൊഗെയിൻവില്ല, സൺഫ്ലവർ. പിന്നെ ഇവിടെ എന്തോ നമ്മളെ അപ്പം ഇവിടെ നിന്ന് ഇനിയും പോവാൻ, ഇനിയിപ്പം കോഫക്കാൻ ബീച്ചിലോട്ട് പോവാം. ഇവിടെ കുറേ നേരം ഇരുന്ന് നമ്മളിപ്പോൾ ഒരു 2 മണിയാകുന്നു. ഇനിയിപ്പം പോകുന്ന വഴിക്ക് കഴിക്കണം അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക. നമുക്കൊന്നുകൂടെ ഒരു തവണയും കൂടെ നമുക്ക് വരണം. ഞങ്ങളിങ്ങനെ ഇരുന്നപ്പം പറയായിരുന്നു ഒരു വൈകുന്നേരം സൺസെറ്റ് കാണാനായിട്ട് ഇവിടെ വരണം നമുക്ക്. ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ, കുറച്ച് ആൾക്കാർ ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു, കഴിക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇനിയിപ്പം പോകുമ്പോൾ കഴിക്കാമെന്ന് ഓർത്തിട്ടാ. ഏതെങ്കിലും ആളില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഫോട്ടോ എടുത്ത സ്ഥലമില്ലേ, അതേപോലെ ഇവിടെ കിട്ടുവാണെങ്കിൽ ഇരുന്ന് കഴിക്കാമെന്ന് ഓർത്തിട്ടാ. അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പം ഈ വീഡിയോ നമ്മൾ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. കാരണം അടുത്തത് നമ്മൾ നെക്സ്റ്റ് പാർട്ടായിരിക്കും, കാരണം ലെങ്ത് കൂടുന്നത് കൊണ്ട്. അപ്പം നമുക്ക് അടുത്ത